അസ്സലാമു അലൈക്കും. ഒരു മുസ്ലിം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ ചെന്നുകൊണ്ട് ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നുള്ളത്, ഹജറുൽ അസ്വദ് ചുംബിക്കുക എന്നുള്ളത്, അവിടെ വെച്ചുകൊണ്ട് ഇരുകരങ്ങൾ മേലോട്ടുയർത്തി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്നുള്ളത്. ശേഷം ലോകത്തിൻ്റെ നായകൻ അള്ളാഹുവിൻ്റെ ഹബീബ് അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന ആ മദീന പള്ളി ചെന്നുകൊണ്ട് നബിതങ്ങളോടൊന്ന് സലാം ചൊല്ലാൻ, അവിടെ വെച്ചുകൊണ്ട് ആ റൗള ഷരീഫൊക്കെ ഒന്ന് കൺകുളിർക്കെ കാണാൻ എല്ലാ മുസ്ലിമീങ്ങളും ആഗ്രഹിക്കാറുണ്ട്. നമുക്കറിയാം എത്രയോ ആളുകൾ ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ചോ ചില ആളുകൾക്ക് അല്ലാഹു ഒന്നിൽ കൂടുതൽ തവണ ആ പരിശുദ്ധ ഹറമിലേക്ക് ചെല്ലാനുള്ള ഭാഗ്യം അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ചില ആളുകൾക്കോ നല്ല ആരോഗ്യമുള്ളവർ, നല്ല സമ്പത്തുള്ളവർ, എന്നിട്ട് പോലും അവർക്ക് ആ പരിപാവനമായ മണ്ണിലേക്ക് പോകാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. ഇവിടെ നോക്കൂ, നമുക്ക് എത്ര തന്നെ ആരോഗ്യമുണ്ടായാലും ശരി, എത്ര തന്നെ വലിയ സമ്പത്തുണ്ടെങ്കിലും ശരി, പടച്ചറബിൻ്റെ ആ ഒരു തീരുമാനം നമുക്ക് വരാതെ, പടച്ചറബ് തീരുമാനിച്ചാലല്ലാതെ നമുക്ക് ആ പരിശുദ്ധ ഹറമിലേക്ക് ചെല്ലാൻ നമുക്കൊരിക്കലും ഭാഗ്യം ലഭിക്കില്ല. അതോടൊപ്പം നാം ഏറ്റവും കൂടുതലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആ പരിപാവനമായ മണ്ണിൽ ചെന്നുകൊണ്ട് മരണപ്പെടുക എന്നുള്ളത്. അള്ളാഹുവിനെ അത്രമേൽ ഭയപ്പെട്ടവർ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ടവർ, പടച്ചിറബിനോട് എന്നും തൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും പറയുന്നവർ, ആ മനുഷ്യർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയൊരു വലിയൊരു ഭാഗ്യമാണ് അത്തരത്തിൽ ആ പുണ്യമാക്കപ്പെട്ട ആ ഒരു ഭവനത്തിൽ, ആ മക്കയിലോ മദീനയിലോ വെച്ച് മരണപ്പെടുക എന്ന് പറയുന്നത്. ഞാനിത് പറഞ്ഞു വരുന്നത്, ഞാനിന്നൊരു വളരെയധികം സങ്കടകരമായ ഒരു വാർത്ത കണ്ടു. അൻസുൽ എന്ന് പറയുന്ന വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൊന്നുമോൻ മരണപ്പെടുകയുണ്ടായി. ആ പൊന്നുമോൻ്റെ മരണം നാം എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം ആരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ആ പൊന്നുമോൻ്റെ മരണമെന്ന് പറയുന്നത്. മരണപ്പെടുന്ന അവസാന സമയത്ത് തൻ്റെ ഉമ്മയോട് ഞാൻ പോകുന്നുവെന്ന് പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊന്നുമോൻ മരണപ്പെടുകയാണ്. അവസാന സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ആ പൊന്നുമോൻ മരണപ്പെടുകയാണ്. അതും എവിടെ വെച്ചാണെന്നല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന മദീന പള്ളിയിൽ വെച്ച്. ആരും ആഗ്രഹിക്കുന്ന ഒരു മരണം. പുണ്യഭൂമി കണ്ണിറയെ കണ്ടുകൊണ്ടാണ് മുഹമ്മദ് അൻസുൽ എന്ന് പറയുന്ന ആ പൊന്നുമോൻ യാത്രയായത്. തൻ്റെ ആഗ്രഹം പോലെ മക്കയിലെത്തി ഉംറയൊക്കെ ചെയ്ത ശേഷം മദീനയിൽ വെച്ച് കുന്നമംഗലം നിവാസിയായ വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള ആ പൊന്നുമോൻ മടക്കമില്ലാത്തൊരു ലോകത്തേക്ക് യാത്രയായത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഭിന്നശേഷിക്കാരനായ ഈ പൊന്നുമോൻ തൻ്റെ വല്യുപ്പയുടെയും വല്യമ്മയുടെയും കൂടെ പരിശുദ്ധ ഹറമിലേക്ക് ഉംറ ചെയ്യാനെത്തിയത്. വീൽ ചെയറിലായിരുന്നു ആ പൊന്നുമോൻ എത്തിയത്. ഉമ്മയില്ലായിരുന്നു, ഉമ്മ നാട്ടിലായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട വല്യപ്പയുടെയും വല്യമ്മയുടെയും കൂടെ സന്തോഷമായി നല്ല ഉംറയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം ഈ പൊന്നുമോൻ നേരെ പോകുന്നത് മദീന പള്ളിയിലേക്കാണ്. അവിടെ വെച്ചുകൊണ്ടാണ് ആ പൊന്നുമോൻ മരണപ്പെട്ടു പോകുന്നത്. അവസാനമായി, മരണപ്പെടുന്നതിന് മുമ്പ് അവസാനമായി ആ പൊന്നുമോൻ തിരക്കിയത് തൻ്റെ ഉമ്മയെക്കുറിച്ചായിരുന്നു. എന്നിട്ട് ആ പൊന്നുമോൻ തൻ്റെ പ്രിയപ്പെട്ട വല്യപ്പയുടെയും വല്യമ്മയുടെയും അടുത്ത് പറയുകയാണ്, ഞാൻ പോവുകയാണ്, അതെൻ്റെ ഉമ്മയോട് പറയണമേ എന്നായിരുന്നു. മരണത്തെയെല്ലാം മുൻകൂട്ടി കണ്ടതുപോലെ, എല്ലാം അള്ളാഹു നിശ്ചയിച്ചു വെച്ച ഒരു തീരുമാനം പോലെ. അവസാനമായി തൻ്റെ പൊന്നുമ്മയെക്കുറിച്ച് ആ മകൻ തിരക്കുമ്പോൾ, ഞാൻ പോകുന്നുവെന്ന് ആ ഉമ്മയോട് പറയുമ്പോൾ, ആ മകൻ തൻ്റെ ഉമ്മയെ എത്രത്തോളം സ്നേഹിച്ചിരുന്നുവെന്നുള്ളത്, എത്രത്തോളം ആ ഉമ്മയെ അവൻ നെഞ്ചിലേറ്റി സ്നേഹിച്ചിരുന്നുവെന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അൻസുലിൻ്റെ അവസാനത്തെ ആ ഒരു അന്ത്യനിമിഷങ്ങൾ പങ്കുവെക്കുന്ന ഒരു കുറിപ്പ് ആരെയും കണ്ണീരണിയിപ്പിക്കുകയാണ്. മദീന KMCC വെൽഫെയർ വിങ്ങാണ് ആ ഒരു കുറിപ്പ്, ആ പൊന്നുമോൻ്റെ അവസാനത്തെ നിമിഷത്തെക്കുറിച്ചുള്ള ആ ഒരു കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ആരെയും കണ്ണീരണിയിപ്പിക്കുന്ന ഹൃദയഭേദകമായ ഒരു കുറിപ്പായിരുന്നു അത് ഞാനൊന്ന് വായിക്കാം. ഉമ്മയോട് ഞാൻ പോയി എന്ന് പറഞ്ഞേക്കണേ, പുണ്യഭൂമിയിൽ നിന്നൊരു മാഞ്ഞുപോക്ക്. വിശുദ്ധിയുടെ ഗന്ധം തങ്ങി നിൽക്കുന്ന മദീനയുടെ മണ്ണിൽ കോഴിക്കോട് കുന്നമംഗലത്തെ മുഹമ്മദ് അൻസുൽ എന്ന 16-കാരൻ തൻ്റെ ഇഹലോകയാത്ര അവസാനിപ്പിച്ചു. ഊഷ്മളമായ സ്നേഹത്തിൻ്റെ തണലായി വല്യപ്പയുടെയും വല്യമ്മയുടെയും കൂടെ ഉംറ നിർവഹിക്കാനെത്തിയതായിരുന്നു ഈ ബാലൻ. പരിശുദ്ധ കർമ്മങ്ങളുടെ നിർവൃതിയിൽ നിൽക്കെ പ്രവാചകന്റെ പൂങ്കാവനം സന്ദർശിക്കുന്ന വേളയിലായിരുന്നു കാലം അവനെ മാടി വിളിച്ചത്. അൻസുലിൻ്റെ ഉള്ളിൽ അടങ്ങാത്തൊരു ഉമ്മ വാത്സല്യത്തിനായുള്ള ദാഹമുണ്ടായിരുന്നു. പുലർച്ചെ അവൻ അംഗശുദ്ധി വരുത്തി ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവനെ പോലെ ഉണർന്നിരുന്നു. എന്നിട്ട് നിറഞ്ഞ കണ്ണുകളോടെ ഉമ്മയെ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. നേരം പുലരും വരെ കാത്തിരിക്കാമെന്ന് പറഞ്ഞ് വല്യമ്മയുടെ വാത്സല്യം അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ആത്മാവ് മറ്റൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയായിരുന്നു. ഉമ്മയോട് ഞാൻ പോയി എന്ന് പറഞ്ഞേക്കണേ,
ഒരു മകൻ്റെ ഹൃദയം നുറങ്ങുന്ന ഈ അന്തിമ മൊഴി. അവൻ ശാന്തമായി കലിമ ചൊല്ലി ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുന്നവൻ്റെ നിർമ്മലതയോടെ കട്ടിലിൽ കിടന്നു. പുലർച്ചെ 3:30 പ്രഭാതത്തിന് തൊട്ടുമുമ്പ് അവൻ്റെ ശ്വാസം നിലച്ചു. മരണം അവനെ നിശബ്ദമായി പുൽകി. ഈ പുണ്യഭൂമിയിൽ അപ്രതീക്ഷിത ദുരന്തത്തിന് മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ വല്യുപ്പയും വല്യുമ്മയും തളർന്നുപോയി. നിയമ നടപടികളെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ അവർ വിതുമ്പി. ആ സ്തംഭനാവസ്ഥയിൽ കുന്നമംഗലം ഗ്ലോബൽ KMCC വഴി മദീന KMCC വെൽഫെയർ വിങ്ങിന് വിവരം കൈമാറി. ഉടൻ തന്നെ മദീന KMCC പ്രതിനിധികൾ അവർ താമസിച്ച ഹോട്ടലിലെത്തി. ആ വയോധികർക്ക് സാന്ത്വനമായി താങ്ങായി മാറി. സ്വർഗതുല്യമായ ജന്നത്തുൽ ബഖീയിൽ അൻസുലിന് ശാശ്വത വിശ്രമം നൽകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഉമ്മയെ കാണാൻ കൊതിച്ച് വിടവാങ്ങലിൻ്റെ സന്ദേശം കൈമാറി. വിശുദ്ധിയുടെ മണ്ണിൽ നിത്യനിദ്രയിലാണ്ട ആ 16-കാരൻ്റെ ഓർമ്മകൾ ഓരോ പ്രവാസിയുടെ നെഞ്ചിലും നീറ്റലായി അവശേഷിക്കും. നോക്കൂ, എത്ര ഹൃദയഭേദകമായ ഒരു കുറിപ്പാണിത്. എത്ര ഭാഗ്യം ചെയ്തൊരു പൊന്നുമോനാണത്. മരണപ്പെട്ടു പോയ അൻസൽ എന്ന് പറയുന്ന പൊന്നുമോൻ്റെ സഹോദരനും ഇതിനു മുമ്പ് രോഗം വന്ന് മരണപ്പെട്ടിരുന്നു. ഞാൻ ആലോചിക്കുന്നത് ആ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥയാണ്. നമുക്കറിയാം, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ മരണപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന ഒരു ഉമ്മയുടെ വേദന അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ ഉമ്മയും കാത്ത് ആ 2 മക്കൾ സ്വർഗത്തിലിരിപ്പുണ്ടാവും. അള്ളാഹു ആ പൊന്നുമോന് സ്വർഗം പ്രദാനം ചെയ്യട്ടെ. ആ പൊന്നുമോൻ്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ. ആ കുടുംബത്തിലുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ഞാൻ ഒരുപാട് സങ്കടം നിറഞ്ഞിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാട്ടോ. അൻസിൽ മോൻ എന്നുള്ള ചാനൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ മതിയാവൂലേ. ആ അൻസിൽ മോന് ഇന്ന് ഇല്ല കേട്ടോ. ഇന്ന് രാവിലെ, അതായത് 19/10/2025 ഇന്ന് രാവിലെ നമ്മളെ ഉംറക്ക് പോയോടത്ത് നിന്ന് മരിച്ചിട്ടോ. നമ്മളെ വാഴക്കാട് വലിയുദ്ദീൻ ഫൈസി ഉസ്താദ് ഫ്രീ ആയിട്ട് ഉംറക്ക് കൊണ്ടുപോയതായിരുന്നു. അവിടെ അദ്കാർ സഭാവിനൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഇന്നലെയും കൂടി അവൻ്റെ ഉമ്മ എന്നെ വിളിച്ചിട്ട് എൻ്റെ മോന് ഇന്ന ഡേറ്റിന് വരും, ഈയും വരണം കേട്ടോ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ മോനെ കാണാനും ഞങ്ങളെ കാണാനൊക്കെ വരണം കേട്ടോ. ഒരുപാട് പ്രതീക്ഷയിലൂടെയാണ് ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ്റെ ഉമ്മാക്ക് ഈ ഒരു മകൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന് മുന്നൊരു മോനുണ്ടായിരുന്നു. ഒരു പ്രത്യേക തരം അസുഖം ബാധിച്ചിട്ട് കുറേ കാലമായിട്ട് ഇവർ അസുഖത്തിലായിരുന്നു. അപ്പോൾ ആ മോന് മരിച്ചു. ഇന്നിതാ ഇവനും മരിച്ചു. ഉമ്മാനെ കാണണം, എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അൻസിൽ മോൾ പറഞ്ഞെന്ന് ഉള്ളതാണ് പറയുന്നത്. പക്ഷേ ഇനി ഒരിക്കലും ഉമ്മാക്ക് ആ മകനെ കാണാൻ പറ്റില്ല. ആ ഉമ്മാക്ക് ഈ മകൻ കാരണം സ്വർഗ്ഗമാവട്ടെ. ആ ഉമ്മാൻ്റെ മനസ്സ് ക്ഷമയുള്ളതാക്കി കൊടുക്കട്ടെ. ഇതിനൊക്കെ തരണം ചെയ്യാനുള്ള ശേഷി ആ ഉമ്മാക്ക് കൊടുക്കട്ടെ. സഹിക്കാൻ പറ്റാത്തൊരു എന്താ പറയുക, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനായതുകൊണ്ട് തന്നെ എനിക്കത് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല കേട്ടോ. സത്യത്തിൽ ഞാൻ ഈ വാർത്ത കേട്ടത് മുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇതിലൊരു വീഡിയോ ചെയ്യണമെന്ന് പോലും ഞാൻ ചിന്തിച്ചൊരു നിമിഷമായിരുന്നു. എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടുള്ളൊരവസ്ഥ. എല്ലാവരും ഈ കുഞ്ഞുമോന് വേണ്ടി ദുആ ചെയ്യുക. അവൻ്റെ ഖബറിടം സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ പടച്ച റബ്ബ്. അവൻ്റെ ഉമ്മാക്ക് ക്ഷമ കൊടുക്കട്ടെ പടച്ച റബ്ബ്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണേ.